വെൽക്കം വ്യൂവേഴ്സ്, ഞാൻ വർഷ പ്രഭാകർ. ഇന്ത്യ, അമേരിക്ക, ചൈന എന്നീ പല ലോകരാജ്യങ്ങളും ഭൂമിയിലല്ലാതെ വേറെ ഏത് ഗ്രഹത്തിൽ ജീവജാലങ്ങൾക്ക് താമസിക്കാൻ കഴിയും എന്ന റിസർച്ചിലാണിപ്പോൾ. ഇങ്ങനെ സിറ്റുവേഷൻ പോകുമ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ ചന്ദ്രനിൽ പോയി താമസിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെ നമ്മളെ കൊണ്ട് നിലനിൽക്കാൻ സാധിക്കും? മാത്രമല്ല, അവിടെ നമ്മൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തെല്ലാമായിരിക്കും? വരൂ, നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോവാം. നിങ്ങൾ ചന്ദ്രനിൽ താമസിക്കുന്നതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഭൂമിയുടെ വളരെ രസകരവും മനോഹരവുമായൊരു വ്യൂ ആയിരിക്കും നമുക്ക് ചന്ദ്രനിൽ ഇരുന്ന് കാണാൻ പറ്റുന്നത്. സീറോ ഗ്രാവിറ്റിയിൽ ആസ്ട്രോനട്സ് എങ്ങനെയാണോ അവിടെ പോയി റിസർച്ച് ചെയ്യുന്നത്, അങ്ങനെ ഒരു ലൈഫേ നമുക്കവിടെ സാധ്യമാവുകയുള്ളൂ. പക്ഷേ അതത്ര നല്ലതായിരിക്കില്ല. ഇപ്പോൾ ഏത് രാജ്യമാണ് ആദ്യം ചന്ദ്രനിൽ പോയി അവിടെ ഒരു സ്ഥലമുണ്ടാക്കി ആളുകളെ താമസിപ്പിക്കുക എന്നത് ഒരു മത്സരമായി എടുത്തിരിക്കുകയാണ്. ഇന്ത്യ, ചൈന, റഷ്യ, അമേരിക്ക എല്ലാ രാജ്യങ്ങളും ഇതിനായി അശ്രാന്തം പരിശ്രമിക്കുന്നു. ഇങ്ങനെ രാജ്യങ്ങളല്ലാതെ സ്പേസ് ഷിപ്പുകളായ BRG അങ്ങനെയുള്ള പ്രൈവറ്റ് കമ്പനികളും ചന്ദ്രനിലേക്ക് പോകാൻ വളരെയധികം പണം ചെലവഴിക്കുന്നു. ഇങ്ങനെ ആളുകൾ പോകുന്നതും സ്പേസ് ഷിപ്പുകൾ അയക്കുന്നതിലും അവിടെ ആദ്യമായി ആളുകളെ താമസിപ്പിക്കാൻ ശ്രമിക്കുന്നതിനുമെല്ലാം ഒരു കാരണമുണ്ട്. അതാണ് പണം. ചന്ദ്രനിലുള്ള ഗോൾഡ്, വെള്ളി, ടൈറ്റാനിയം ഇതുപോലെ വിലമതിക്കാനാകാത്ത സോഴ്സുകളെ അവിടെ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇവരുടെയെല്ലാം ചിന്ത. ചന്ദ്രനിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഹീലിയം-3. ഇത് ഭൂമിയിൽ വിശ്വസിക്കാൻ കഴിയാത്ത അളവിലാണ് ചന്ദ്രനിലുള്ളത്. ചന്ദ്രനിൽ വഴിമണ്ഡലമില്ല. ഹീലിയം-3 സൂര്യൻ്റെ റേഡിയേഷനിൽ നിന്നാണ് വരുന്നത്. ബില്യൺ വർഷങ്ങളായി ചന്ദ്രൻ ഈ ഹീലിയം-3യെ അബ്സോർബ് ചെയ്തു വെച്ചിരിക്കുകയാണ്. അത് അവിടെ നിന്നെടുത്താൽ അത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണെന്ന് പറയാം. ഹീലിയം-3 വളരെയധികം ശക്തിയുള്ളതാണ്. 100 കിലോഗ്രാം വെച്ച് ഒരു വലിയ ടെക്സസ് വാഹനത്തിന് 1 ഇയർ ആവശ്യമുള്ള കറണ്ട് കൊടുക്കാൻ സാധിക്കും. 28 ഗ്രാം ഹീലിയം-3യുടെ വാല്യൂ എന്നത് $4000. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചന്ദ്രനിൽ ഉള്ളതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും തങ്ങൾ ആദ്യം ചന്ദ്രനിൽ വാസയോഗ്യമായ ഒരു ഇടം ഉണ്ടാക്കണമെന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്തൊക്കെ ചെയ്താലും സത്യത്തിൽ ചന്ദ്രനെ ആർക്കും സ്വന്തമാക്കാൻ സാധിക്കില്ല. 1967 ഐക്യരാഷ്ട്രസഭ സ്പേസ് ആർക്കും സ്വന്തമാക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചന്ദ്രനിൽ പോവുകയാണെങ്കിൽ അവിടെ എങ്ങനെ ജീവിക്കും? അവിടെ ജീവിക്കുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്ന് നമുക്ക് നോക്കാം. ചന്ദ്രനിൽ ജീവിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ബിൽഡിംഗ് ആവശ്യമാണ്. റിസർച്ച് ചെയ്യുന്നവർ പറയുന്നത് ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ താമസിക്കുന്നതാണ് നല്ലത്. കാരണം സൂര്യൻ്റെ വെളിച്ചം അധികം കിട്ടുന്നത് സൗത്ത് പോളിലാണ്. ചന്ദ്രൻ്റെ പകുതി ഭാഗം 6 മാസം സൂര്യവെളിച്ചം ഇല്ലാതെയായിരിക്കും. ചന്ദ്രനിൽ ഒരു ബിൽഡിംഗ് കെട്ടണമോ? അങ്ങനെയാണെങ്കിൽ സിമന്റ്, കല്ല് ഇതൊക്കെ ഭൂമിയിൽ നിന്നും കൊണ്ടുപോകണോ? എന്നാൽ ചന്ദ്രനിൽ ലഭിക്കുന്ന സാധനങ്ങൾ വെച്ച് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. എന്നാൽ ഭൂമിയിലെ ബിൽഡിംഗ് പോലെ അവിടെ ബിൽഡിംഗ് കെട്ടാൻ സാധിക്കില്ല. ഒരു കൂന പോലെയേ കെട്ടാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഓക്കെ. നമ്മൾ എന്താണ് ചന്ദ്രനിൽ പോയാൽ കഴിക്കുക? നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ്, തക്കാളി തുടങ്ങിയവ അവിടെ വളർത്താമെന്നാണ് പറയുന്നത്. 2014 ചന്ദ്രനിലെ മണ്ണിൽ ക്യാരറ്റ്, തക്കാളി എന്നിവ വളർത്താൻ സാധിക്കുമെന്ന് കണ്ടെത്തി. കഴിക്കാനൊക്കെ, പക്ഷെ നമ്മൾ എന്താണ് കുടിക്കുക? കുടിക്കാനുള്ള ജലം ചന്ദ്രനിൽ ലഭ്യമല്ല. നമുക്ക് കൊണ്ടുപോകാനും സാധിക്കില്ല. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ദാഹമകറ്റാൻ ചെയ്യുക? ഒരു വഴി മാത്രമേ അതിനുള്ളൂ. നമ്മുടെ യൂറിൻ
റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക. ആ ഒരു വഴി മാത്രമേ ചന്ദ്രനിൽ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതെല്ലാം തരണം ചെയ്ത് നമ്മൾ ചന്ദ്രനിൽ എത്തിയാലും ചന്ദ്രനിൽ താമസിച്ചാലും വളരെ അപകടകരമായ ഒരു കാര്യമുണ്ട് ചന്ദ്രനിൽ. അതാണ് മാഗ്നറ്റിക് മൂൺ ഡസ്റ്റ്. ഇത് ചന്ദ്രനിൽ ഫുള്ളായിട്ടുണ്ട്. ഇത് വായുക്കുള്ളിൽ കടന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം എല്ലാ കാര്യങ്ങളും തരണം ചെയ്യുകയാണെങ്കിൽ നമുക്കും ചന്ദ്രനിൽ പോയി താമസിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ടേക്ക് കെയർ ഓൾ.